പലരും കാത്തിരുന്ന ഫയർമാൻ ഫയർവുമൺ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1ാം റാങ്ക് മേടിച്ച കുട്ടികളുടെ ഇൻ്റർവ്യൂകളും അവരുടെ പാസിംഗ് ഔട്ടുകളും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളും കുറേ ആഗ്രഹിച്ച് കാണും നല്ലൊരു യൂണിഫോം പോസ്റ്റുകൾ. പോലീസിനേക്കാൾ ചിലവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് ഫയർഫോഴ്സ് ആണെന്നറിയാം. കാരണം ഒത്തിരി ഫ്രീ ടൈമുകളുണ്ട്, പുതിയ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. പിന്നെ ആഗ്രഹിക്കുന്നവരുണ്ട്, ഈ ഒരു ജോലി എനിക്ക് ഫയർഫോഴ്സിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. തീർച്ചയായിട്ടും കിട്ടുമെന്നേ, മെനക്കെട്ടാൽ കിട്ടാത്ത ഒരു കാര്യമില്ല. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് ഈ ജോലിയിൽ കഴിഞ്ഞ പ്രാവശ്യവും കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന നാളിൽ പക്ഷേ കട്ടയ്ക്ക് പഠിച്ചോണം. നല്ല രീതി കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, അത്രമാത്രം കണ്ടന്റുകൾ നേരത്തെ തന്ന കണ്ടന്റുകൾ തന്നെയാണ് അവർക്ക് GK-യിലും ഇംഗ്ലീഷും മാത്സും. പക്ഷേ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അധികമായി വന്നു. അതും നിങ്ങൾ ഒരു ദിവസത്തിൽ ഇത്ര നേരം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മെനക്കെട്ടാൽ കിട്ടാത്ത ഒരു ജോലിയില്ല. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നേട്ടം നേടിയിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇതാ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി ഉള്ള നാളുകളിൽ നല്ല കട്ടയ്ക്ക് പഠിക്കുക. +2 ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. 10ാം ക്ലാസ് ചാപ്റ്ററുകൾക്കെല്ലാം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാം. പരീക്ഷയുടെ നാൾ വരെ കട്ടയ്ക്ക് കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക. ആദ്യം നിങ്ങളുടെ മനസ്സ് ഇതെനിക്ക് കിട്ടും എന്ന രീതിയിൽ മനസ്സ് വെച്ചിരിക്കണം. 50% നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. എന്നെക്കൊണ്ട് ഈ ഒരു പരീക്ഷ നേടും. എന്നെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും ലിസ്റ്റിലൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കാതെ ഞാൻ സിമ്പിളായിട്ടിരുന്ന് പഠിച്ചു തുടങ്ങുകയാണ് എന്നതൊക്കെ. കഴിഞ്ഞ ഫയർവുമൺ ലിസ്റ്റിലെ ആദ്യ റാങ്കുകൾ 3 ജില്ലയിലെ ആദ്യ റാങ്കുകൾ എൻട്രിയിലെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു. പിന്നെ ഫയർഫോഴ്സിലെ ആദ്യ റാങ്കുകളെല്ലാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് പറയാം, അടുത്തത് നിങ്ങളായിരിക്കണം. അവരുടെ പാസിംഗ് ഔട്ടുകളും അവരുടെ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കോരിത്തരിക്കുകയാണ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ ശ്രമിച്ചു, അതിപ്പോൾ നേടിയെടുത്തു. അവരുടെ അമ്മമാരുടെ സന്തോഷം, അച്ഛന്മാരുടെ സന്തോഷം, അതൊക്കെ കാണുമ്പം നമുക്കും ഒരു അഭിമാനമാണ്. കാരണം ഓരോരുത്തരും ആ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നേറിയപ്പോഴാണ് അവർക്ക് ആ ഒരു പോസ്റ്റിൽ എത്തിച്ചേർന്നത്. അപ്പോൾ നിങ്ങളായിരിക്കണം അടുത്തത് എന്ന് പറയുന്നത്. ആ ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് നേടിയിരിക്കും. ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. കട്ടക്കിരുന്ന് പഠിക്കുക, ഞങ്ങളുണ്ട് കൂടെ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അനിൽ സാറുണ്ട്. അനിൽ സാർ ഇതിൻ്റെ കണ്ടന്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അയക്കേണ്ടത് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളിപ്പോഴും ഫയർമാൻ എന്ന് തന്നെയാണ് പറയുക. പക്ഷേ തസ്തികയുടെ പേരിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അല്പം ഡിഗ്നിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നാണ് പേര്. 27,900 മുതൽ 63,700 വരെ നമുക്ക് സാലറി ലഭിക്കുന്ന മാന്യമായ ഒരു ജോലി. പ്രായപരിധി 18 മുതൽ 26 വരെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഏത് ഡേറ്റ് ഓഫ് ബർത്തിലുള്ളവർക്ക് അയക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2/1/98 1/1/2006 ഇടയിൽ ഈ ഡേറ്റുകൾ ഉൾപ്പെടെയാണ് കേട്ടോ. ഈ ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചിട്ടുള്ളവർക്ക് ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അയക്കാൻ കഴിയും. തുടർന്ന് നമ്മുടെ സംശയം വരുന്നത്, പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രായപരിധി ഇളവുണ്ടോ, SC STക്ക് ഇളവുണ്ടോ? അത് സാധാരണ പോലെ തന്നെയാണ്. പിന്നാക്ക സമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 വർഷവും, പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 5 വർഷവും വയസ്സുള്ള ലഭിക്കും. പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം ധാരണ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. ശരിയാണ്, +2 ആണ്. പക്ഷെ അതോടൊപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അവിടെ ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അവ ചിലർ കരുതും പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഈ തസ്തികയ്ക്ക് അയക്കാൻ കഴിയാതെ വരുമോ എന്നൊരു സംശയം ഉണ്ടാകും. പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ കൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ DCA ഉള്ള ഒരാളാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരേ മാർക്ക്, ഇപ്പോൾ 10-25 പേർക്കൊക്കെ ഒരേ മാർക്ക് വരാറുണ്ട്. അവിടെ നിങ്ങൾ DCA ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ അവിടെ 1ാമത്തെ റാങ്കിലേക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കും. ആ 25 പേരിൽ ആദ്യത്തെ ആളായി നിങ്ങൾ വരും. അപ്പം അതുകൊണ്ട് ഞാനിത് പറഞ്ഞത്, ആർക്കെങ്കിലും DCA ഉണ്ടെങ്കിൽ ആ DCA നിങ്ങളുടെ പ്രൊഫൈലിൽ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷ അയക്കുക. ചിലപ്പോൾ ഒരു 25-30 റാങ്കിൻ്റെ വ്യത്യാസം വരെ നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിച്ചേക്കാം. അതൊരു വലിയ നേട്ടമാണ്. പിന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഫിസിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അത്യാവശ്യമാണ്. 165 സെൻറ്റിമീറ്റർ ഉയരം ആവശ്യമാണ്. പക്ഷെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഉയരം മതിയാകും. അതുപോലെ വെയിറ്റ് നോക്കും, 50 കിലോഗ്രാം ഭാരം ഉണ്ടാവണം. SC ST വിഭാഗമാണെങ്കിൽ 48 കിലോഗ്രാം വെയിറ്റ് മതിയാവും. പിന്നീട് നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഷനാണ്. നമ്മുടെ ചെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 81 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റിൻ്റെ അളവായി അവർ രേഖപ്പെടുത്തേണ്ടത്. ഇത്രയും ഉണ്ടാകണം, 81 സെൻറ്റിമീറ്റർ ഉണ്ടാകണം.
പട്ടികവർഗത്തെ സംബന്ധിച്ചിടത്തോളം അത് 76 ആയാലും മതിയാവും. പക്ഷെ അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, എക്സ്പാൻഷൻ ഉണ്ട്. എക്സ്പാൻഷന്റെ കാര്യത്തിൽ 81 സെന്റിമീറ്റർ ചെസ്റ്റളം ആവശ്യമുള്ള ജനറൽ വിഭാഗത്തിനും 76 സെന്റിമീറ്റർ മാത്രം ചെസ്റ്റളം ആവശ്യമുള്ള SC/ST വിഭാഗത്തിനും എക്സ്പാൻഷന്റെ കാര്യത്തിൽ തുല്യമായ എക്സ്പാൻഷൻ ഉണ്ടാകണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടാകണം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ തവണ പല ഉദ്യോഗാർത്ഥികൾക്കും സംഭവിച്ച ഒരു ദുരന്തത്തെ പറ്റി ഓർത്തു പോവുകയാണ്. കാരണം അവർ വളരെ സമർത്ഥമായി പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അവിടെ ഒരു ചതിയുണ്ടായിരുന്നു. സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ കൂടി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത് പലരും ശ്രദ്ധിച്ചില്ല. പക്ഷെ അത് വലിയ നീന്തൽ വിദഗ്ധനൊന്നും ആകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ പ്രാക്ടീസ് നടത്തുന്ന ഒരു സ്വിമ്മിംഗ് പൂളിലായിരിക്കും. അവിടെ 2 മിനിറ്റ് കൊണ്ട് 50 മീറ്റർ ട്രയൽ, സ്വിമ്മിംഗ് ട്രയൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഒരു വലിയ പ്രാക്ടീസ് ഒന്നും വേണ്ട, പൊങ്ങിക്കിടന്ന് നീന്താനുള്ള ഒരു കഴിവ് 2 മിനിറ്റ് കൊണ്ട് 50 മീറ്റർ ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. പിന്നെ അവിടെ 2 കാര്യങ്ങൾ പരീക്ഷിക്കപ്പെടും. ഒന്ന് സ്വിമ്മിംഗ് ട്രയൽ 50 മീറ്റർ, മറ്റൊന്ന് ഫ്ലോട്ടിംഗ് എബിലിറ്റിയാണ്. ഫ്ലോട്ടിംഗ് എബിലിറ്റി എന്ന് പറയുമ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴമുള്ള ഭാഗത്ത് 2 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് ടെസ്റ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞു. പിന്നെ പലരും ആഗ്രഹിക്കുന്ന കാര്യം ഇതിൻ്റെ പ്രൊമോഷനെ പറ്റി അറിയുക എന്നുള്ളതാണ്. അവിടെ ലീഡിംഗ് ഫയർമാൻ എന്നൊരു പ്രൊമോഷൻ പോസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ ആകാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേഷൻ ഓഫീസർ ആകാം. തീർച്ചയായും ഈ തസ്തികയിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷൻ ഓഫീസർ തസ്തിക വരെ എത്തിച്ചേരാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ജോലിയുടെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഈ ജോലി കിട്ടിയ ആൾക്കാർ പറയുന്നുണ്ട് ഐഡിയലായിട്ടിരിക്കുന്നതിൻ്റെ ഒരു വിരസത അനുഭവപ്പെടാറുണ്ടെന്ന്. കാരണം എന്തെങ്കിലും അപകടങ്ങളോ തീപിടുത്തമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ഇവർ ജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അതുവരെ ഓഫീസിൽ ഇവർ ഐഡിയലായിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കേട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴേക്കും തീരും. അവിടെ നമ്മൾ അതികഠിനമായി പ്രയത്നിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു വെല്ലുവിളിയുണ്ട്, കുറച്ച് വിശ്രമാവസ്ഥയുമുണ്ട്. ഈ 2 കാര്യങ്ങളും ഓർത്തുകൊണ്ട് വേണം ഈ ജോലിക്ക് നമ്മൾ പ്രവേശിക്കാൻ. ഏത് ജോലിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട്, ഇതിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പക്ഷേ നമുക്ക് വിശ്രമവേളകൾ ധാരാളം കിട്ടുന്നൊരു ജോലിയാണ്. തുടർന്ന് PSC ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഒരു കോൾ വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ ആക്റ്റീവായിട്ട് പോകുകയും. അപ്പം അങ്ങനെ ഒരു നേട്ടം കൂടി ഈ തസ്തികയ്ക്കുണ്ട്. അപ്പം എന്തുകൊണ്ടും നല്ലൊരു തസ്തികയാണ്. ഒരു തൊഴിലന്വേഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെന്നെത്താൻ കഴിയുന്ന നല്ലൊരു തസ്തികയാണ്. അത്യാഹിതങ്ങളിൽ നിന്നും തീപിടുത്തത്തിൽ നിന്നുമൊക്കെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്ന, അതോടൊപ്പം സമൂഹം രക്ഷകരായി കാണുന്ന ഒരു ദൗത്യസേനയുടെ ഭാഗമാകാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ പോക്കിൽ എല്ലാ വിജയാശംസകളും നേരുന്നു. മറക്കാതെ തന്നെ ഈ തസ്തികയ്ക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അയക്കാൻ ശ്രമിക്കുക. കേട്ടില്ലേ, കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. അപ്പോൾ കട്ടയ്ക്ക് കൂടെ പോകുന്നോളൂ. ഞങ്ങളൊക്കെ പരീക്ഷയുടെ അന്ന് വരെ നിങ്ങളുടെ കൂടെ കാണാം. ഈ പ്രാവശ്യത്തെ ഏറ്റവും നല്ല റാങ്ക് നിങ്ങൾക്കായിരിക്കണം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരിക്കും. അപ്പം എല്ലാവിധ ആശംസകളും നേരുകയാണ്.